വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് CPI 2 കമ്പനികൾക്കെതിരായ കേസാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ളത്. രാഷ്ട്രീയമായി കേസിനെ മാറ്റാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായി നേരിടും. മകൾക്കൊപ്പമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 2 കമ്പനികൾ അവർ തമ്മിലുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻസ് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. രാഷ്ട്രീയ പ്രേതമായ നീക്കമായിട്ടതിന് മാറ്റാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായിട്ട് LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേരിടുന്നതിനെ പിണറായി വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ട് തന്നെയാണ്. പിണറായി വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിന്റെ വിഷയമാണ്. ആ കമ്പനിയുടെ നടത്തിപ്പുകാർക്ക് വേറൊരു കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം, ഉടമ്പടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെടട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ കൂടെ നിൽക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും. LDF മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായവർ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായ താല്പര്യമില്ല. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, ഒരു ആരോപണ മുനയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പാർട്ടിക്കൊപ്പം നിൽക്കുന്നു CPIയും ബിനോയ് വിശ്വവും. എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് CPI എത്തുന്നത്? CPM എന്താണോ ചെയ്തത് അത് തന്നെയാണ് CPIയും ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഉറച്ചു നിൽക്കുകയാണ് CPMഉം CPIയും. CPI ഈ വിഷയത്തിൽ ഇത്രയും ഷാർപ്പായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സൈഫുദ്ദീൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല വിഷയങ്ങളിലും CPI ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മകളുടെ കേസ് അത് വേറൊരു വഴിക്ക് നടക്കും. മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയമായി നീങ്ങുകയാണെങ്കിൽ CPI മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്ന രാഷ്ട്രീയ നിലപാട് അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് CPI ചെയ്തിരിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുമുന്നണിയിൽ ആ വിഷയത്തിൽ ഒരു ഐക്യമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ CPMന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അതായത് മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇടതുമുന്നണി ഒന്നാകെ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങൾ എന്നുള്ള വാദങ്ങൾ ശരിവെക്കുകയാണ് ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ എല്ലാം തന്നെ. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പോലെ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനും തന്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 തരത്തിലാണ് അതിനെ കാണേണ്ടത്. കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെതിരായ വിഷയം വന്നപ്പോൾ അത് കൊടിയേരി ബാലകൃഷ്ണൻ അതിന്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ തന്റെ മകൾ എന്ന രീതിയിലാണ് വീണയെ അതിന്റെ ഭാഗമാക്കിയത്. അത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പാർട്ടി തനിക്ക് പ്രതിരോധം തീർക്കുന്നത് എന്ന വാദം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. അതേ വാദം മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം മുന്നോട്ട് വെച്ചതാണ്. അതേ വാദം ഇപ്പോൾ CPI കൂടി ഏറ്റെടുക്കുകയാണ്. അതായത് മുന്നണി നേതൃത്വം ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞൊരു വാചകം പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബാങ്കിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണോ നടത്തിയത് അതേ ഇടപെടലിന് സമാനമാണ് ഇപ്പോഴത്തെ SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ വേണ്ടി ഇടത് സർക്കാരിനെ വേട്ടയാടാൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾ ശ്രമിച്ചതിന് സമാനമാണ് ഈ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് CPM രംഗത്ത് വരുമ്പോൾ CPI അതിനെ പിന്തുണച്ചുകൊണ്ട് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 7 മാസം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതിനിടയിൽ മുന്നണിയിൽ ഒരു അസ്വാരസ്യവും ഇല്ലാതെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ 2 പാർട്ടികൾ മീൻസ് ഇടതുമുന്നണി ഒന്നാകെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സൈഫ്, പോയ കാലങ്ങളിൽ പ്രത്യേകിച്ചും കാനത്തിന്റെ കാലത്തൊക്കെ ഇങ്ങനെ വ്യക്തികൾക്കെതിരായ അഴിമതി ആരോപണങ്ങളോ ഇത്തരത്തിലുള്ള ചോദ്യശരങ്ങളോ ഒക്കെ ഉയരുന്ന ഘട്ടത്തിൽ കൂടെ നിൽക്കുമെങ്കിലും ഒരു ഒളിയമ്പെങ്കിലും എയ്യുന്ന ഒരു പഴയ ചരിത്രം CPIക്കുണ്ട്. ഇവിടെ പക്ഷേ നേരിട്ട് ബിനോയ് വിശ്വം ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം CPMന് പൂർണ്ണമായും മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ചും സംരക്ഷണം ഒരുക്കുന്ന ഒരു പ്രതികരണം. അത് ഈ വിഷയത്തിൽ ഒട്ടുമേ മെറിറ്റില്ല, അത് ഒരു രാഷ്ട്രീയപരമായ വേട്ടയാടലാണ് എന്നുള്ള CPM പറയുന്ന അതേ വാദഗതിയിൽ പൂർണ്ണമായും ആത്മാർത്ഥമായി നിലകൊണ്ടുള്ള ഒരു നിലപാടായി എടുക്കണോ, അതല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത്
ഇനി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് കൊണ്ട് അത് മുന്നണിക്കാകെ ഒരു ദോഷം വരേണ്ടതില്ല എന്ന ഒരു നിലപാടാണോ? എങ്ങനെയാണ് കുറെ കൂടി വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത്? പാർട്ടിക്കുള്ളിൽ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വാചകങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ വിനോദം പറയുന്നുണ്ട് സൈഫുദ്ദീൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടി വീണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ഭാഗമല്ല, അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള വിഷയമാണ്, അതിനകത്ത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ കക്ഷിയല്ല, അത് അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ എന്ന് പറയുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ CPI ഉണ്ടാകും. അത് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം തന്നെയാണ്. ഇപ്പോ മധുരയിൽ വാർത്താ സമ്മേളനം നടത്തിയ രണ്ടാം ദിവസം വാർത്താ സമ്മേളനം നടത്തിയ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ബംഗാളിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് സലീം പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി നേരിടും. അതിനൊപ്പം തന്നെ ടി വീണയുമായി ഇതിനകത്ത് ബന്ധപ്പെട്ട കക്ഷികൾ ആരാണോ അവർ അതിനെ നിയമപരമായി നേരിടണം എന്ന വാദം അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി CPM മുന്നോട്ട് വെക്കുന്ന വാദമാണ്. ആ വാദം CPI കൂടി ഏറ്റെടുക്കുകയാണ്. CPI ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി പാർട്ടി അണികൾക്ക് മുന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിച്ചാൽ അവരേതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചത് എന്ത് എന്നുള്ള വാദവും വിമർശനവും മുന്നോട്ട് വെച്ചാൽ അതിനെ ബദലായി ബലവിശ്വത്തിന് പറയാൻ കഴിയുന്ന വാചകങ്ങൾ അദ്ദേഹം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ടി വീണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ഭാഗമല്ല, പക്ഷേ മുഖ്യമന്ത്രി രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ CPI ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അത് കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ തുടർച്ചയെന്നോണം വേണം ഇതിനെ കൂടി കാണാൻ എന്ന വ്യാഖ്യാനം ചമച്ചുകൊണ്ട് CPIയുടെ അണികൾക്ക് മുന്നിൽ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ബിനോയ് വിശ്വത്തിന് കഴിയുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുന്നണിയിൽ അസ്വാരസ്യം ഉണ്ടാക്കേണ്ട, മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്നതിനൊപ്പം തന്നെ മുന്നണി ഒന്നാകെ, നേരത്തെ CPMന്റെ നേതാക്കൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നതെങ്കിൽ മുന്നണി ഒന്നാകെ ഇനിയിപ്പോ CPI പറഞ്ഞ പശ്ചാത്തലത്തിൽ മറ്റ് നേതാക്കന്മാർ, ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷി നേതാക്കൾ 10 ഘടകകക്ഷികളുണ്ട്, മറ്റ് ഘടകകക്ഷി നേതാക്കന്മാർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരാനുള്ള സാധ്യത വിരളമാണ്. അതായത് മുന്നണി ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച വരും ദിവസങ്ങളിൽ നമ്മൾ കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വസ്തുത. സൈഫുദ്ദീൻ, ശരി. എന്തായാലും മാസപ്പടി കേസിൽ വലിയ ആരോപണങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും BJPയുടെ ഭാഗത്തുനിന്നൊക്കെ ഉയരുമ്പോൾ പൂർണ്ണമായും സംരക്ഷണത്തിനെത്തുകയാണ് CPI. പൂർണ്ണമായ പിന്തുണ മുഖ്യമന്ത്രിക്കും ഒപ്പം CPMനുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് ബിനോയ് വിശ്വം അല്പസമയം മുമ്പ്. അതിന്റെ വിശദാംശങ്ങളാണ് സൈഫ് സൈനുലാബ്ദീൻ നൽകിയത്.